വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ ധാരാളം അനുഗ്രഹമാണ് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളെല്ലാം വിശ്വാസത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എബ്രായലേഖനം 11-ാം അധ്യായത്തിലെ അസ്വരമാക്കിയാണ് നാം സംസാരിക്കുന്നത്. ഇന്ന് അതിൻ്റെ 5 വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു വന്ന് എടുക്കുന്നതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. ദൈവമക്കളെ, നിങ്ങളിത് ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് താൻ ദൈവത്തോടു കൂടെ നടന്നു, മരണം കാണാതെ എടുക്കപ്പെട്ടു. താൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിച്ചു. പ്ലീസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ എങ്ങനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് നമുക്കത് പ്രസാദമായി വരുമ്പോൾ, നമുക്കത് ശ്രേഷ്ഠമായിട്ട് ദൈവത്തിൻ്റെ വഴികളിൽ എന്നും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ വചനത്തിലേക്ക് തിരിയുക, അവനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സമയം കർത്താവിന് വേണ്ടി കൊടുക്കുക. ദൈവത്തിന് പ്രസാദമുള്ളതാണ്. കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും അതോടുകൂടി തന്നെ നിന്നെ സ്നേഹിക്കുന്ന പോലെ നിൻ്റെ അയൽക്കാരനെ. അവൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടവരാകും. എന്നും ആ കുഞ്ഞ് കുളിച്ചൊരുങ്ങി പൗഡറൊക്കെ ഇട്ട് കുഞ്ഞ് നടക്കുന്നതല്ല. ആ കുഞ്ഞ് നമ്മൾ പറയുന്ന അനുസരിക്കണം. യേശു പറയുന്നുണ്ട്, മുന്തിരിത്തോട്ടത്തിൽ പോകാൻ പറയുമ്പോൾ ഒരുത്തൻ പോകുന്നു, ഒരുത്തൻ പോകാമെന്ന് പറഞ്ഞു പോയില്ല, പോകത്തില്ലെന്ന് പറഞ്ഞവൻ പോയി. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിക്കുമ്പോൾ അവർ നമുക്കൊന്നും ചിലവിനന്തരം കൊണ്ട് തരണമെന്ന് പറയുന്നില്ല. അവർ പഠിക്കുക, അവരുടെ ജോലി, അവരുടെ ഭാവി, ഉത്തരവാദിത്തങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളോട് നമുക്ക് സന്തോഷം തോന്നും. യേശു അതാ പറഞ്ഞേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതിനുമായിട്ടുള്ളവരെ എൻ്റെ അടുത്ത് വരുവീൻ, എൻ്റെ നുകമേറ്റ് എന്നിൽ നിന്ന് പഠിപ്പീൻ, എൻ്റെ നുകം ലഘുവാണ്. മൈ ബേർഡൻ ഈസ് ഈസി, മൈ യോക്ക് ഈസ് ലൈറ്റ്. എൻ്റെ നുകം മൃദുവാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. അപ്പം അവൻ്റെ വഴി നടക്കുമ്പോൾ അവന് പ്രസാദം. അവിടെ എഴുതിയിരിക്കുകയാണ്, ഹാനോക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ഞാൻ പറയും, ലോകത്തെ പ്രസാദിപ്പിക്കുമ്പോഴേ. ഗലാത്യലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മൂപ്പന്മാരെയോ മറ്റവരെയോ ഒന്നും അല്ല പ്രസാദിപ്പിച്ചു, ദൈവത്തെ. മനുഷ്യരെ പ്ലേസ് ചെയ്യുന്നവരായിരിക്കരുത്. വേണം മനുഷ്യരോട് നല്ല സഹകരണവും നല്ല ബന്ധങ്ങളും മനുഷ്യരോട് വേണം, പക്ഷേ പ്ലീസ് ചെയ്യുന്ന ദൈവത്തെ ആയിരിക്കണം. കാര്യം 1000 പേര് നമുക്കുണ്ടെങ്കിൽ 1000 പേർക്ക് നമ്മുടെ ഒരു കഷ്ടതയെ നമ്മളെ വിടുവിക്കാൻ ഒക്കത്തില്ല. എന്നാൽ 1000 പേരില്ലെങ്കിലും ഈ ദൈവത്തിന് 1000 കഷ്ടതയിൽ നമ്മെ വിടുവിക്കാൻ കഴിയും. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ തീച്ചൂളയിൽ അവൻ ഇറങ്ങി വരും. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ ആ വെള്ളം നിന്നെ കവിയാൻ സമ്മതിക്കത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളിന് മേൽ അവൻ മതിയായവനായി ഇറങ്ങി വരും. ആരെല്ലാം നമുക്കെതിരെ നിന്നാലും നാം പറയും, എൻ്റെ ദൈവം എനിക്ക് അനുകൂലം. അന്നേരം നമ്മൾ വിളിച്ചു പറയും വിശ്വാസത്തോട്, ദൈവം അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആരാണ്? ഈ വചനത്താൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, മരണം കാണാതെ എടുക്കപ്പെടും. നമുക്കിനി മരണം കാണാതെ എടുക്കപ്പെടും. എപ്പോഴാണെന്നറിയോ? ശരീരം പാപനിമിത്തം മരിക്കണം, ഈ മണ്ണോട് ചേരണം, അല്ലെ കർത്താവിന് മുമ്പ് വരണം. പക്ഷേ നമ്മൾ വീണ്ടും മൺമയൻ്റെ ശരീരം അണിഞ്ഞ നമ്മൾ ആ തേജസ്സാർന്ന ശരീരം നമ്മളും ധരിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ക്ഷണികരാണ്, യാത്രികരാണ്. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം. നിങ്ങളുടെ ആ നൊടി നേരത്തേക്കുള്ള കഷ്ടമുണ്ടല്ലോ, നിങ്ങളിന്ന് കടന്നു പോകുന്ന വേദനകൾ, ദൈവം അത് പരിഹരിക്കും. ചിലരുടെ പരിശുദ്ധാത്മാവ് പറയും, നീ അത് ഭാരപ്പെടേണ്ട, കഴുതയെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട. ശൗലിനോട് ശമൂവേൽ പറഞ്ഞ പോലെ നീ അത് ചിന്തിക്കേണ്ട. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് നിൻ്റെ മേൽ, വലിയ ആലോചനയാണ് നിൻ്റെ മേൽ. ദൈവം അത് വർദ്ധിക്കും. ആമേൻ. ആദ്യമായിട്ടാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.